ഈ ഒരാഴ്ചയായിട്ടുണ്ടല്ലോ, ഈ ഒരാഴ്ചയല്ല, ഈ ഒരു വീക്കെൻഡ് നമ്മള് ഭയങ്കര തിരക്കാർന്നു കേട്ടാ. പ്രത്യേകിച്ചൊന്നുമല്ല, ഈ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇന്ന് നമ്മള് അൽക്വയർ വരെ പോവാണ്. അവിടെ ജോനിയുടെ ഒരു മോണോലോഗും സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷനും ഉണ്ട്. സ്കൂൾ ഓഫ് കോൺഫിഡൻസ് ഒമാൻ നടത്തുന്ന ഒരു പരിപാടിയാണിത്. നമ്മുടെ മസ്കറ്റ് ഹോളിഡേ ഇൻ അല്ലേ, മസ്കറ്റ് ഹോളിഡേ ഇൻ അല്ലേ, മസ്കറ്റ് ഹോളിഡേയിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പൊ നമ്മള് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, 11:30 റിപ്പോർട്ടിംഗ് ടൈം. ഇപ്പൊ സമയം 11:29. അപ്പൊ നമ്മള് അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞോഞ്ഞിയുടെ കുറച്ച് മാസ്മരിക പ്രകടനങ്ങളാവൂട്ടാ. എന്തായാലും അത് കാണാം നമുക്ക്. നമ്മളതപ്പോ അവിടെ എത്തിയിരിക്കുകയാണ്. മസ്കറ്റ് ഹോളിഡേയുടെ സൂർ ബോൾ റൂമിൽ വെച്ചിട്ടാട്ടോ ഇന്നത്തെ പരിപാടി നമ്മുടെ. അപ്പൊ എല്ലാവരും അവിടെ നടക്കുകയാണ്. അപ്പൊ ഞോഞ്ഞിയുടെ ആദ്യത്തെ കോമ്പറ്റീഷൻ വരുന്നത് മോണോലോഗാണ്. ഒരു ചൈനീസ് കുട്ടിയുടെ തീമാണ് കേട്ടോ ചെയ്യണത്. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം, ഞോഞ്ഞിയുടെ പ്രകടനങ്ങൾ കാണാം. ഞോഞ്ഞിയെ ഒരിക്കലെന്ന്. അപ്പൊ നമ്മള് ഉള്ളിൽ കയറി. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളാണ് കേട്ടോ അത്. നമ്മുടെ പരിപാടിയാണെങ്കിൽ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ എന്ന് തോന്നുന്നു. കറക്റ്റ് ടൈമിലാണ് നമ്മൾ എത്തിയത്. ഇവിടെ നമ്മുടെ രജിസ്ട്രേഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞോഞ്ഞി എല്ലാവരുടെയും കൂടെ ഇവിടെ ലൈനിൽ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഫുൾ സെറ്റാണ് കേട്ടോ പരിപാടി അവതരിപ്പിക്കാൻ. മൈക്കൊക്കെ കുത്തി ആള് കയറി വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്കുള്ള പ്രകടനം കാണാം. A monologue by a Chinese kid who is frustrated of the way she is treated in public. Hey everyone, I need to get something off my chest. So, I'm just a regular Chinese kid. But lately, everywhere I go, people are giving me weird looks. They're acting like I'm carrying the world supply of toilet paper or something. And you know why? Because of this whole corona thing. Seriously, it's like people see me and think, oh no, get the hand sanitizer, here comes trouble. I mean, come on, just because I'm Chinese doesn't mean I sneeze out viruses left and right. Last time I checked, I'm not a walking, talking biohazard. I wash my hands, cover my mouth in a cup, and do all the stuff that the poster tells me to do. And hey, if you want to blame me for everything, fine, just don't be surprised. I have nothing to do with it. Price of face mask skyrocketed. And hey, if you need someone to solve a Rubik's Cube or nail a math problem, I'm just your guy. But blaming me for corona, that's just messed up, man. Thank you. പരിപാടി കഴിഞ്ഞിട്ട് അവള് നമ്മുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ മോണോലോഗ് തകർത്തു. ഇനിയിപ്പോൾ ഒരു പരിപാടിയും കൂടി ഉണ്ട്, അതിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാവും. ഞോഞ്ഞിതല്ലോ മോണോലോഗ് കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരുന്ന സമൂസ കഴിക്കുന്നത്. I must mention, the students did really well. Yes, they put in a lot of time and effort. Hence, it was very much apparent in their performance today. And thank you so much, parents, for your support, because this wouldn't be possible without your support. We will now present them with certificates and medals. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും ഇവിടെ ഒരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഒരു മെഡലും കൊടുക്കുന്നുണ്ട് കേട്ടോ.
ലേഡി മബ്രൂക്ക് മബ്രൂക്ക്. ഇത് കണ്ടോ, ഇത്രയും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മോണോലോ കോമ്പറ്റീഷന്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഒരു പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാരും കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് ഇപ്പം. അപ്പൊ ഞോഞ്ഞിയുടെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു, മോണോലോഗ് കഴിഞ്ഞു. നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ എന്തെങ്കിലും പോയി ഒന്ന് കഴിക്കണം. ചൂടൊരു രക്ഷയില്ലേട്ടാ, മുട്ടിഞ്ഞ ചൂടാ. പോവാം. മനുഷ്യന്മാര് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്തത് ഞോഞ്ഞിയുടെ സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പൊ അതിന് 1 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് പോയി ഭക്ഷണം കഴിച്ചു വരണം. അല്ല ഞോഞ്ഞി, നമ്മളപ്പതാ അൽക്വയറുള്ള ഇമ്പീരിയൽ കിച്ചണിലേക്ക് വന്നിരിക്കട്ടോ. ഇത് പുതിയതായി ഓപ്പൺ ചെയ്തൊരു റെസ്റ്റോറന്റ് ആണ്. അതല്ലേ, ഇതാണ് സംഭവം. ഇത് നമ്മുടെ ഫുഡ് ലാൻഡ്സ് റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, ഈ കാണുന്ന ബിൽഡിംഗ് ഫുഡ് ലാൻഡ്സിന്റെ ആണ്. ഇതാ അവിടെ ബോർഡ് ഉണ്ട് ഫുഡ് ലാൻഡ്സിന്റെ. ഇതിന്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റ് ആണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ കയറി പരീക്ഷിച്ചു നോക്കാം. അപ്പൊ അതാ നമ്മൾ ഉള്ളിലേക്ക് കയറി വന്നാൽ ഇതാണ് കേട്ടോ അതിന്റെ ഒരു ലുക്ക്. നല്ല അടിപൊളി ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റ് ആണ്. അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഇമ്പീരിയൽ ഗ്രൂപ്പിന്റെ ഒമാനിലെ ആദ്യത്തെ ബ്രാഞ്ചാണ് കേട്ടോ ഇവർ ഈ അൽക്വയറിൽ തുടങ്ങിയിരിക്കുന്നത്. ഇത് തിരുവനന്തപുരം നിവാസികൾക്ക് അറിയാം. തിരുവനന്തപുരത്ത് ഒരു ഫേമസ് ആയ റെസ്റ്റോറൻ്റ് ആണ് ഇമ്പീരിയൽ. തിരുവനന്തപുരം അല്ലാതെ എവിടെയൊക്കെ ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായി അറിയില്ല. എന്തായാലും നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇനി ഇതപ്പം ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് പരീക്ഷിച്ചിട്ട് ബാക്കി പറയാം. കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ നല്ലതെന്ന് പറയണേ. നമ്മളിതാപ്പോ ഇവിടെ ഈ കാണുന്ന ഗ്ലാസ് നൂഡിൽസ് വാങ്ങി. അത് കഴിഞ്ഞ് ഇവിടെ മടക്ക് ചപ്പാത്തി ഉണ്ട്. അത് കഴിഞ്ഞ് നല്ല ഫിഷ് തവ ഫ്രൈ ഉണ്ട്. ഇത് കുട്ടനാടൻ ചിക്കൻ കറിയാണ്. പിന്നെ റൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം. മീനല്ലായിരുന്നു അല്ലേ? മീൻ നമ്മുടെ ഈ ഫിഷ് തവ ഫ്രൈ. ഏതാ? ആവോലിയല്ല, കിങ് ഫിഷും ഈ ചിക്കൻ ഇതേതായിരുന്നു? കുട്ടനാടൻ ചിക്കൻ കറി. ഇത് രണ്ടും അടിപൊളിയായിരുന്നു. ന്യൂഡിൽസ് എന്താ അഭിപ്രായം? നമ്മള് അവസാനമായിട്ട് ഓരോ സ്കൂപ്പ് ഐസ്ക്രീമും കൂടി അടിച്ച് മധുരത്തിൽ അവസാനിപ്പിക്കാൻ വിചാരിച്ചു. ഇതവിടെ മാംഗോ വീശണു, ഞോഞ്ഞി വെച്ചും ചോക്ലേറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. നമ്മളപ്പം കഴിപ്പൊക്കെ കഴിഞ്ഞു. ഇവിടുത്തെ ഭക്ഷണത്തിനെ പറ്റി അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഭക്ഷണം കേട്ടോ. നമ്മുടെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഫുഡ് ലാൻഡ്സിന് ഒരു വൻ എതിരാളിയാണത്. നമ്മൾ ഭക്ഷണവും പരിപാടിയൊക്കെ കഴിഞ്ഞതാ വീണ്ടും ഞോഞ്ഞിയുടെ പരിപാടി നടക്കണ ഹാളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കിടക്കാം, നല്ല വെയില്. അടുത്തത് ഞോഞ്ഞിയുടെ പെർഫോമൻസ് ആട്ടോ. ഇതാ ഞോഞ്ഞി അവിടെ പോയി റെഡിയായി നിൽക്കുന്നുണ്ട്. ഇതാ ഇനിയിപ്പോൾ അടുത്തത് കയറണം. Nakshatra Menon. Good afternoon, everyone. My name is Nakshatra and I am a student of Rising Champions of School of Confidence Oman. And today I will be narrating a story titled The Brave Little Sparrow. Once upon a time, in a cozy little forest, there lived a timid sparrow named Rosie. Rosie was the smallest bird in the forest and often felt scared of the big world around her. She would watch the other birds flying high in the sky, singing songs of bravery and adventure. One sunny morning, while Rosie was pecking at seeds near a sparkling stream, she heard distressed chirps coming from a nearby bush. Curiously, she cautiously approached and found trapped butterflies struggling to break free from a spider's web. Though fear crept up Rosie's feathers, she knew that she couldn't just leave the butterfly in danger. Summoning all her courage, she fluttered all over the web and started pecking at the sticky threads. At each peak, her heart pounded loudly in her chest, but she didn't stop until the butterfly was finally free. As the grateful butterfly flew away, Rosie felt a surge of joy and confidence within her. She realized that
Rosie was known as the bravest little swallow in the forest. She no longer felt small or timid because she knew that even the smallest creatures can make a big difference. The moral of this story: no matter how small your bird, bravery comes with it. It's about overcoming your fears and doing what is right even when it's scary. Thank you. Very kind, Nishita. പൊരിച്ചു തകർത്തു. ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല, ഗുഡായി പറഞ്ഞല്ലോ. ഇല്ലല്ലോ, ഒന്നുമില്ല. കുഴപ്പമില്ല, താനോട്ട് ഇരിക്കൂ സിറ്റ്. അപ്പൊ അതാ സ്റ്റോറി ടെല്ലിങ്ങിനും ഉണ്ട് കേട്ടോ ഈ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെഡലും. പൊരിച്ചു അടാ. അപ്പോൾ അതാ സ്റ്റോറി ടെല്ലിങ്ങിനും ഇത്രയും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുടെ ഗ്രൂപ്പ് ഫോട്ടോയും പരിപാടികളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഞോഞ്ഞയുടെ കോമ്പറ്റീഷനും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം റിസൾട്ട് അനൗൺസ്മെൻ്റ് ആണ്. റിസൾട്ട് അനൗൺസ്മെന്റിന് മുന്നേ അവരുടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ മ്യൂസിക്കൽ ഡ്രാമയും അങ്ങനെ എന്തൊക്കെയോ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് അനൗൺസ്മെന്റ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാനും അച്ഛനും കൂടിയിട്ട് അച്ഛൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. അച്ഛന് ഭയങ്കര ഉറക്കം വന്നു. നോക്കി അച്ഛ. അപ്പോൾ ഞാനും അച്ഛനും കൂടി കാറിൽ വന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ സമയം 6 മണിയായി. 6 മണിക്കാണ് അവിടെ പരിപാടി തുടങ്ങണത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് ഇനി. അപ്പോൾ ഇവരായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ എല്ലാ കോമ്പറ്റീഷൻ്റെയും ജഡ്ജസ്. അപ്പം ഇവരെ ഒന്ന് അനുമോദിക്കുകയാണ് സ്റ്റേജിൽ കയറ്റിയിട്ട്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ടാവുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താവുന്ന. All prize goes to Nakshatra Abhilashwari. പൊരിച്ചു എടാ അവിടെ ഗുഡ് തകർത്തല്ലോ. ഹാപ്പി ഓക്കെ. അപ്പൊ ഗ്രൂപ്പ് ഫോട്ടോയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞൂഞ്ഞി നടന്നു വരുന്നു. വിടാം അച്ചു വാ പോവാം. അപ്പൊ ഇന്ന് ഒരു ദിവസത്തെ മുഴുവൻ തിരിച്ചിലായിരുന്നു കേട്ടോ. അവിടുത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. അടുത്ത എവിടേക്കാന്ന് തീരുമാനിച്ചിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ പോകണം. അപ്പൊ നമ്മള് ഞോഞ്ഞിയുടെ ഇന്നത്തെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞോഞ്ഞിയുടെ ഇഷ്ടപ്രകാരം ഞോഞ്ഞിയുടെ ഇഷ്ട സ്ഥലമായ സൂഷി ബോക്സിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഹാപ്പി? ഇന്നത്തെ മത്സരം നല്ല സ്ട്രോങ് മത്സരമായിരുന്നു കേട്ടോ. നമ്മളിന്ന് 2 ഐറ്റത്തിൽ പങ്കെടുത്തു. ഞോഞ്ഞ് എന്താ പറയാ, മോണോലോഗിലും പങ്കെടുത്തു, സ്റ്റോറി ടെല്ലിങ്ങിലും പങ്കെടുത്തു. പക്ഷേ മോണോലോഗിൽ പ്രൈസൊന്നും കിട്ടിയില്ല. നമ്മുടെ സ്റ്റോറി ടെല്ലിങ്ങിനാണെങ്കിൽ 3rd പ്രൈസും കിട്ടി. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. മൊത്തം എനിക്ക് തോന്നുന്നു 100ഓ 110ഓ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു എന്തായാലും. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ. അപ്പോൾ ഇനി ഇവിടുന്ന് സൂഷി അടിക്കണം. സൂഷി അടിച്ചിട്ട് വീട്ടിൽ പോകണം. അപ്പം ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നമുക്ക് പുതിയൊരു വ്ളോഗിൽ പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും ബൈ. എല്ലാവരും ബൈ പറഞ്ഞേ. എസി ബൈ. എന്തായാലും ഇങ്ങനെ ബൈ. അച്ചു ബൈ.